സൗദി അറേബ്യൻ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് വാദിഭാഗം അഭിഭാഷകന് നൽകാനുള്ള പ്രതിഫലം സൗദിയിലെ ഇന്ത്യൻ എംബസിയിൽ എത്തിച്ചു. പണം അഭിഭാഷകന് കൈമാറുന്നതോടെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരമാണ് റിയാദിലെ നിയമസഹായ സമിതി അറിയിച്ചിരിക്കുന്നത്. മരിച്ച സൗദി പൗരന്റെ അഭിഭാഷകൻ, അതായത് വാദിഭാഗം അഭിഭാഷകൻ 7.5 ലക്ഷം റിയാൽ അബ്ദുൾ ഭാഗത്തു നിന്നും പ്രതിഫലമായി ആവശ്യപ്പെട്ടിരുന്നു. ഈ തുക ഇപ്പോൾ ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിലെത്തിയതായി നിയമസഹായ സമിതി അറിയിച്ചു. മോചനദ്രവ്യമായ 15 മില്യൺ റിയാലിന്റെ 5% 7.5 ലക്ഷം റിയാൽ, അതായത് 1,66 ലക്ഷം രൂപ. നാട്ടിൽ നിന്നാണ് ഈ തുക എംബസി അക്കൗണ്ടിലെത്തിയത്. ഇത് 2 ദിവസത്തിനുള്ളിൽ അഭിഭാഷകന് കൈമാറും. ഇതോടെ അഭിഭാഷകനുമായി തുടർ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പുവെക്കും. ശേഷം ദിയാധനമായ 34 കോടി രൂപയും എംബസിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് സമിതി ഭാരവാഹികൾ അറിയിച്ചു. മറ്റു നടപടിക്രമങ്ങളെല്ലാം പുരോഗമിക്കുന്നുണ്ടെന്ന് അബ്ദുൾ റഹീമിന്റെ പവർ ഓഫ് അറ്റോർണി റിയാദിലെ പൊതുപ്രവർത്തകൻ സിദ്ദീഖ് തുവൂർ അറിയിച്ചു. മരിച്ച സൗദി പൗരന്റെ കുടുംബം ദിയാധനം സ്വീകരിച്ച് അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് ഗവർണറേറ്റിനെ അറിയിച്ചതായാണ് റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് എംബസി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഗവർണറേറ്റ് സന്ദർശിക്കുകയും വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. റിയാദിൽ നിന്നും ഇസ്മായിൽ പയ്യോളിക്കൊപ്പം ജലീൽ കണമകലം, 24.